സൂര്യൻ ഭൂമിയിലേക്ക് വെളിച്ചം തരുന്നുണ്ട്. പക്ഷേ ഈ വെളിച്ചത്തിൻ്റെ 43% മാത്രമാണ് സൂര്യപ്രകാശം. നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്ന വെളിച്ചം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് എല്ലാ തരത്തിലുള്ള നിറങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. കാരണം അതൊക്കെ സൂക്ഷ്മദൃഷ്ടിയുള്ള ടെലസ്കോപ്പിലൂടെയും മറ്റു പല ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെ മാത്രമേ കാണാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന മറ്റുള്ള രശ്മികളെല്ലാം ഊർജ്ജ എനർജിയാണ്. അതായത് ഇൻഫ്രാറെഡ് രശ്മികളെന്ന് പറയും. ഈ ഇൻഫ്രാറെഡ് രശ്മികളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കണ്ണ് കേടായി പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന രശ്മികൾ അൾട്രാ വയലറ്റ് രശ്മികളാണ്. നമുക്ക് അവയെ കാണാൻ കഴിയില്ല, പക്ഷേ നമുക്ക് അവയെ അനുഭവിക്കാനായിട്ട് കഴിയും. നമ്മുടെ ശരീരമൊക്കെ വെയിൽ കാരണം പൊള്ളിപ്പോകുന്നത്, അതുപോലെ തന്നെ ലോകം മുഴുവനും നടക്കുന്ന ആഗോള താപ പ്രശ്നങ്ങളൊക്കെ ഇത് കാരണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സൂര്യൻ ഒന്ന് കോപിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ഒന്നും ഉണ്ടാവില്ല. തുറന്നു പറയുകയാണെങ്കിൽ ഭൂമിയിൽ ജീവജാലങ്ങളുണ്ടാവില്ല, മനുഷ്യരുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ വളരെയധികം പങ്ക് വഹിക്കുന്ന ഒരു നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ ആണ് ഇവിടുത്തെ പ്രകൃതിയെ തന്നെ നിയന്ത്രിക്കുന്നത്, പച്ചപ്പിനെ നിയന്ത്രിക്കുന്നത്. കാരണം സൂര്യപ്രകാശമില്ലാതെ ചെടികൾക്ക് വളരാൻ കഴിയില്ല, മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ടാണ് ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. അത് പലരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൂര്യൻ ഒരു 10 ദിവസം ഉദിക്കുന്നില്ല എന്ന് വരികിൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതാണ് സൂര്യൻ്റെ വില.